അഴിമതിക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എന്നാൽ പുണ്യാളനായ വി ഡി സതീശനെതിരെ ഒരു CBI അന്വേഷണത്തിന് കളമൊരുങ്ങുന്നുവെന്ന വാർത്തയാണ് ഇന്ന് അന്തരീക്ഷത്തിൽ നിറഞ്ഞത്. CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തതോടെ പുനർജനി കേസ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. എന്താണ് പുനർജനി കേസ് എന്നറിയാമോ? 2018 പ്രളയത്തിന് ശേഷം സതീശൻ പറവൂരിൽ നടപ്പാക്കിയ പദ്ധതിയാണ് പുനർജനി. പദ്ധതിക്കായി ഒട്ടേറെ വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം ശേഖരിച്ചു. സർക്കാരിന് ആദ്യം പരാതി നൽകിയത് CPI നേതാവ് P രാജു ആയിരുന്നു. വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിക്കുകയും കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇത് നിയമലംഘനമാണെന്ന് വിജിലൻസ് നിരീക്ഷിച്ചു. മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് പദ്ധതിക്കായി പണം സ്വീകരിച്ചതെന്നാണ് റിപ്പോർട്ട്. UK നിന്നും മാത്രം 20 ലക്ഷം രൂപയ്ക്കടുത്ത് സമാഹരിച്ച് അക്കൗണ്ടിലേക്ക് അയച്ചെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. സർക്കാർ അനുമതിയില്ലാതെ സതീശൻ ഗൾഫ് രാജ്യങ്ങളിലും യാത്ര നടത്തി. ഇവിടെ നിന്നും 10 കോടി രൂപ പിരിച്ചെടുത്തു എന്നാണ് ആരോപണം. കോടികൾ പിരിച്ചെടുത്തെങ്കിലും ഈ പണം വിനിയോഗിക്കാതെ സന്നദ്ധ സംഘടനകളും സ്വകാര്യ വ്യക്തികളും നിർമ്മിച്ചു നൽകിയ വീടുകളെ പുനർജനിയുടെ പേരിലാക്കുകയായിരുന്നു. ഈ ആരോപണത്തിന്മേലാണ് ഇപ്പോൾ സതീശനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് സതീശന്റെ വാദം. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സതീശനെതിരെ CBI അന്വേഷണം നടത്തണമെന്ന വിജിലൻസ് ശുപാർശ ഇനി തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇത് സംസ്ഥാന സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ ഒരു പ്രശ്നം മാത്രമല്ല, വിദേശത്തുള്ള പണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാന ഏജൻസിക്കും ഇത് അന്വേഷിക്കുന്നതിൽ പരിമിതി ഉണ്ടാകും. ഇനിയെല്ലാം കാത്തിരുന്ന് കാണാം.